വലിയ നാടകീയമായ സംഭവങ്ങളാണ് നടക്കുന്നത്. അവിടെ സമരം ചെയ്ത വൈദികർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണിപ്പോൾ. വിമത വിഭാഗം ബസലിക്കയുടെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന തീരുമാനത്തിലാണ് ഇവരുള്ളത്. 21 വൈദികരാണ് സമരം ചെയ്തത്. ഇന്ന് പുലർച്ചെ ഇവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാവുകയായിരുന്നു. പോലീസ് ഇവിടെ ബലപ്രയോഗത്തിന് വന്നിരിക്കുകയാണ്. വൈദികരെ ദേഹത്ത് കൈപിടിക്കുകയാണ്. എന്നെ അവര് മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വരേക്കും പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് നടപടിക്കെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകാനാണ് വൈദികർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അൽമായ മുന്നേറ്റവും വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരാസ്മെന്റ് ഇവിടെയുണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ACP കൃത്യമായിട്ട് പറഞ്ഞു, ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല, ഓക്കെ. അപ്പൊ അതാണ് ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്തുനിന്നാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ്, PB നമ്പർ 2550, ബ്രോഡ്വേ ഷൺമുഖം റോഡ്, എറണാകുളം, കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എന്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് പോലീസുകാർ 100-150ഓളം പോലീസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. കൃത്യമായിട്ട് നമ്പർ അറിയില്ല. ഇവര് മുറിയിൽ വന്ന് ഞങ്ങളെ ഒരു ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്ലീസ് പ്രൊഡ്യൂസ് ഇറ്റ്. ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത് ഞങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുന്നവരെ കാണിക്കും. പറഞ്ഞ് ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ കാണിക്കാന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചു കൊണ്ടത്. അനീഷ് ജോയ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പിടിച്ച് പുറത്തേക്ക് ഇടുന്നത്. അപ്പൊ അത് അനീഷ് ജോയ് ആവർത്തിച്ച് പറയുന്നത് കാരണം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകൾ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടത് സംഭവിച്ചാണെന്നല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കാരണം ബോധ്യപ്പെടുത്താൻ പോലീസുകാരുടെ പ്രത്യേകിച്ച് രേഖകളോ ചോദിച്ചിട്ട് ഒന്നുമില്ല. നിങ്ങൾ പോലീസുകാരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്ടേ? ഇവിടെ വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്ക് എന്ന് പറയുന്നത് എവിടെ ന്യായമുള്ളേ? ഇതാണോ? ഇത് ജയിലാണോ? പോലീസ് സ്റ്റേഷനാണോ ഇത്? സർക്കാർ എറണാകുളം അങ്കമാലിക്ക് എതിരാണെന്നും ആണെങ്കിൽ ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പറയട്ടെ സർക്കാർ എതിരാണെന്ന്. അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. നിർബന്ധമായി അൽമായ മുന്നേറ്റം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. സർക്കാർ എന്തിനാണ് ഞങ്ങൾക്കെതിരാവുന്നത്? ഇത് സഭയുടെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ക്രിമിനൽ കൂരിയുണ്ട്, അവരെ പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ക്രിമിനൽസിനെ അകത്തിരുത്തണമെന്ന് സർക്കാരിന് എന്താണ് നിർബന്ധം? ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. ക്രൈംബ്രാഞ്ചിന്റെ കമ്മീഷണറാണ് വന്നേക്കുന്നത്. അദ്ദേഹമാണ് അകത്തേക്ക് പോയത്. സർക്കാരിന്റെ തീരുമാനമാണെന്ന് ACP നേരിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാർ വ്യക്തമാക്കണം. പിണറായി സർക്കാർ വ്യക്തമാക്കണം. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൌസിനെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണോ എന്ന് വ്യക്തമാക്കണം. അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ചു നോക്കാന്നുള്ള രീതിയിൽ അത് അവര് സമ്മതമാണല്ലോ. അതിനാണ് ഞാൻ വന്നത്. അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ അവരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അവർക്കിത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇന്ന് പുലർച്ചെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല കാണുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുന്നു. പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന വൈദികരെ അവിടെ നിന്ന് മാറ്റുന്നു. അതിനുശേഷം ഈ അൽമായരെല്ലാം സംഘടിച്ചു വരുന്നു. പോലീസുമായി വലിയ വാക്തർക്കത്തിൽ ഏർപ്പെടുന്നു. ഏത് നിമിഷവും ഇത് കൈവിട്ടു പോകാവുന്ന തരത്തിൽ പ്രകോപനപരമായി തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംയമനമുണ്ട്. പക്ഷേ
ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് നടപടിയെടുത്തത് എന്ന് അവർക്ക് പറയേണ്ടി വരും. ഇവർ ചോദിക്കുന്നത് പോലെ ആ തരത്തിൽ ഇത് ഈവൻ സർക്കാരിനെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക്, ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാടുണ്ടോ എന്ന് വിശ്വാസികൾ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും ശ്രീജ, കാരണം ഇതൊരു നിലവിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഏതു സമയവും അത് ഇപ്പോൾ കാണുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നെല്ലാം തന്നെ മാറാം. കാരണം വിശ്വാസികളും അതോടൊപ്പം തന്നെ വൈദികരും അടക്കം ഈ ബസിലിക്കയ്ക്ക് പുറത്തുണ്ട്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക എന്ന് പറയുമ്പോൾ സഭയുടെ, അതായത് സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയം എന്ന് പറയുന്ന ഒരു ഇടമാണ്. അതിന് മുന്നിലാണ് ഈ പ്രതിഷ്ഠം. തൊട്ടപ്പുറത്തുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസ് തൊട്ടപ്പുറത്തുണ്ട്. അവിടെയായിരുന്നു സമരം ചെയ്തിരുന്നത്. നമുക്കൊപ്പം ഇവിടെ ഈ വൈദികരടക്കം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ പ്രതിഷേധത്തിനുണ്ടായിരുന്നാണോ ഇവിടെ? ഈ കൈക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണ്? അത് പോലീസുകാർ കൈപിടിച്ച് തിരിച്ച് സംഭവം ചെയ്തതാണ്. എന്താണ് ഞങ്ങൾ ഇത്രയും ചെയ്യാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ന്യൂസ് 18 ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. അത് കണ്ടിട്ട് പിതാക്കന്മാർക്ക് സംഭവിച്ചാണെന്ന് അറിയില്ല. ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്താണ് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അത്തരത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ബിഷപ്പ് ഹൗസിനകത്തേക്ക് അടക്കമായിരുന്നു. അതെ 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 ഞങ്ങൾ കിടന്ന ഗസ്റ്റ് റൂമിലേക്ക് വന്നു. വസ്ത്രം പോലും ധരിക്കാനായിട്ട് ഞങ്ങളെ സമ്മതിക്കാത്ത രീതിയിൽ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്ന് ഞങ്ങളുടെ ഡ്രസ്സ് മാറേണ്ടത് ഏത് മര്യാദയാണെന്ന് അറിയില്ല, ഡ്രസ്സ് മാറുന്ന വീഡിയോസ് ഉൾപ്പെടെ ഫോട്ടോസ് ഉൾപ്പെടെ അവർ എടുത്തിട്ടുണ്ട്. സംഭവം ചെയ്തു. മൊബൈൽ തട്ടിപ്പറിക്കാൻ, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടീസായ മൊബൈൽ തട്ടിപ്പറിക്കാൻ എന്ത് വകുപ്പാണ് ഇല്ലെന്ന് അറിയില്ല. പക്ഷെ അത് തട്ടിപ്പറിച്ചവർ കൈകാര്യം ചെയ്തു. പലരെയും അച്ഛന്മാരെ 2 കാലിന് പിടിച്ചു, കൈക്ക് പിടിച്ചു, പരിക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം. അവിടെ കിടക്കാൻ നടക്കാൻ പോലും പറ്റാത്ത 80 വയസ്സായ അച്ഛനും ഉൾപ്പെടെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും പലർക്കും മറ്റു തരത്തിൽ അവരെ ആക്രമിക്കുകയും ചെയ്തതാണ്. അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ അവിടെ ഞങ്ങളോട് 4-5 പേരോട് അവർ പറഞ്ഞത് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മാറ്റി. അപ്പോൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തോളത്ത് വെച്ചിട്ട് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ അവർ ഇങ്ങോട്ടേക്ക് ആക്കി, ബലം പ്രയോഗിച്ചിട്ട് ഞങ്ങളിവിടെ ആക്കിയത്. ആദ്യം കൊണ്ടുവന്നത് ഈ ഗേറ്റിൻ്റെ, നൈപുണ്യയുടെ ഗേറ്റിൻ്റെ ഇവിടേക്കാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ആക്രമിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബസിലിക്കയുടെ ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. ബസിലിക്കയുടെ ഗേറ്റിൻ്റെ അവിടെ അവർ താക്കോലില്ലാത്തത് ചുറ്റുക ഉപയോഗിച്ച്, എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല, മാരകായുധങ്ങളായിട്ടാണോ പോലീസ് നടക്കണേന്ന് അറിയില്ല, ചുറ്റുക ഉപയോഗിച്ച് ആ ഗേറ്റിൻ്റെ ഇത് പൊളിച്ച് ആയിട്ടാണ്, 2 ലോക്കും പൊളിച്ചിട്ടാണ് വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കൃത്യമായ CCTV ദൃശ്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഫോട്ടോസ് പിടിച്ചിട്ടുണ്ട്. അതെ അതെ ഞങ്ങൾ സ്വയമേവ ഇവിടെ വന്നതല്ല, ഞങ്ങൾ ഇവിടെ ആക്കിയതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായിട്ട് ചർച്ച ചെയ്താണ്. ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ. ഇവർ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ. നിയമവിരുദ്ധമായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ പഴയ ബിഷപ്സ് ഹൗസിലേക്ക് എത്തിച്ചിട്ട് ചർച്ചയ്ക്ക് റെഡി ആകട്ടെ. നമുക്ക് അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യമുള്ളൂ. ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ പഴയ സ്ഥലത്ത് എത്തിക്കണം. അപ്പൊ പഴയ സ്ഥലത്ത് എത്തിക്കാൻ നമ്മൾ ചർച്ചയ്ക്ക് റെഡിയാണ്. ലോക്കപ്പിൽ ഞങ്ങൾ കയറ്റി വിടുന്നില്ലല്ലോ, നമ്മളെ ആരും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവരിപ്പോഴും ലോക്ക് തന്നെയാണ്, പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് അവർ അറസ്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ വിശ്വാസികളടക്കം ഇവിടെ പുറത്ത് തുടരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റുമോ? ഞങ്ങളുടെ തീർക്കാനുള്ള ഇനി ഇതിൽ ഇരട്ടി ശക്തമായിട്ട് ഞങ്ങൾ തീരുമാനം ഉണ്ടാകുന്നവരെ പ്രതിഷേധിക്കാണ്. ഇവിടെ തന്നെ തുടരും. ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടേക്കില്ല. ചർച്ചയ്ക്ക് റെഡിയാണല്ലോ. ഇത് ഇത്ര നേരമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു ബിഷപ്പ് ഞങ്ങൾ ഏകപക്ഷീയമായാണ് പെരുമാറുന്നത്. അങ്ങനെയാണോ? ഏകപക്ഷീയമായിട്ടാണോ മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പെരുമാറുന്നതാണ് ഞങ്ങളുടെ സംശയം. അത് ഈ സർക്കാർ പറഞ്ഞിട്ടാണ് എങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ ഡോക്യുമെന്റ് അവർ ചോദിച്ച അറസ്റ്റ് വാറന്റ് ഉണ്ടോ? ഞങ്ങൾ റെഡിയാണ്. സർക്കാരിന്റെ വല്ല കടലാസം ഉണ്ടോ? കോടതിയുടെ കടലാസം ഉണ്ടോ? സഭാ നേതൃത്വം തന്നെ സ്വന്തം വൈദികരെ ഈ രീതിയിലേക്ക് തള്ളിവിടുമെന്ന് തോന്നുന്നുണ്ടോ? സഭാ നേതൃത്വമാണല്ലോ ഞങ്ങളെ തള്ളിവിട്ടേക്കുന്നത്. അതല്ലേ ഞങ്ങളുടെ ദുഃഖം. ഞങ്ങളോട് ചർച്ച ചെയ്യേണ്ടവർ, ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവർ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് അനുസരണക്കേട് കാണിച്ചത്? അവർ പറയട്ടെ, എന്താ അനുസരണക്കേടാണ് കാണിച്ചത്? ഇവിടെ ഒരു നിരാഹാര സത്യാഗ്രഹം നടത്തുകയുണ്ടായി. അതിൽ എഴുതിയിരുന്നത് അധികാര ദുർവിനിയോഗത്തിനെതിരെ ധാർമ്മിക ശക്തി ഉണർത്താൻ. അവർ കൊടുത്ത മീഡിയ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് തീരുമാനങ്ങൾക്കെതിരെ നിരാഹാരം നടത്തിയെന്ന്. നിങ്ങൾ ആ ബാനർ പരിശോധിക്കൂ. സിനഡ് സമാപിക്കുന്ന ദിവസം കൂടിയാണ്. സിനഡ് സമാപിക്കുന്ന, അവർക്ക് വിവരം വെക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഒരു നീതിയും അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടില്ല.
ചർച്ച ചെയ്തിട്ട് അവരെന്താ പത്രക്കുറിപ്പ് ഇറക്കിയത്? നോക്കുന്നോ ഞങ്ങളുടെ പൈസ കൊണ്ട് അവർ ചെലവ് നടത്തി ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെ പോക്ക്. അവരിൽ നിന്ന് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കണമില്ല. ശ്രീജ, ഇത് ഇന്ന് സിറോ മലബാർ സഭയുടെ സിനഡ് സമാപിക്കുന്ന ദിവസം കൂടിയാണ്. സിനഡിലെ പല തീരുമാനങ്ങളും പലപ്പോഴും ആയിട്ട് കൈക്കൊള്ളാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. സഭയുടെ അവർ പറയുന്നതനുസരിച്ച് സിറോ മലബാർ സഭയുടെ 35 രൂപതകളിലും അതിരൂപതകളിലും എല്ലാമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 34 അതിൽ മാറി നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൊരു തീരുമാനം നടപ്പിൽ വരുത്തണം, അതിനൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ കർശന നടപടികൾ വേണം എന്നതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്, അവർ വൈദികരടക്കം പറയുന്ന ഒരു കാര്യം, തങ്ങൾക്ക് പഴയ രീതിയിലുള്ള ജനാഭിമുഖ കുർബാന മതി എന്നാണ്. അങ്ങനെയാണ് ഈ തർക്കങ്ങളുടെ എല്ലാം തന്നെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ തർക്കം ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന തരത്തിൽ ഒരു രാവിലെ 5 മണിക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പോലീസ് കടന്നു ചെന്ന് വൈദികരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അതിനോട് ഈ പുറത്തു നിൽക്കുന്ന അൽമായരും അല്ലെങ്കിൽ ഈ വിമത വൈദികർക്കൊപ്പം നിൽക്കുന്നവരുമൊക്കെ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നത് വരും മണിക്കൂറുകളിൽ കാണേണ്ടതാണ്. പോലീസ് തൽക്കാലത്തേക്ക് സംയമനം പാലിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ, കയ്യിൽ കിട്ടുന്നത് എടുത്ത് പരസ്പരം പോരടിക്കുന്ന വിശ്വാസികളെയൊക്കെ നമ്മൾ കണ്ടു. സമാധാനമാണ് യേശു എന്നും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യേശുദേവന്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ്. പക്ഷേ തൽക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ ഭാഗങ്ങളിൽ നമ്മൾ ആ സമാധാനത്തിന്റെ ദൃശ്യങ്ങളല്ല കാണുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം.